Okay. Good evening to all. All of you mark your attendance. Attendance mark ചെയ്തേ മക്കളെല്ലാവരും. Okay. അപ്പൊ നമുക്കിന്ന് നഴ്സറി, നമ്മുടെ നഴ്സറിയിൽ ഒരു പാട്ട് പഠിക്കണോ? അല്ല, പഠിക്കാം അല്ലെ? കുറച്ച് ടൈമിൽ നമുക്ക് എഴുതാൻ പഠിക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഓക്കെ, ടേക്ക് യുവർ സ്ലേറ്റ്. ടെക്സ്റ്റ് എവിടെ വെച്ചോ? ഓക്കെ, എല്ലാവരും മക്കളെ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഏതൊക്കെ പഠിച്ചു? ഒന്നുകൂടി എഴുതാം. ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ എഴുതി ശീലിക്കണം എപ്പോഴും എഴുതുമ്പോ, അല്ലെങ്കിൽ നമ്മള് ആദ്യത്തെ അക്ഷരം മറന്നുപോകും. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ അറ, അല, അമ്മ, അച്ഛൻ, അമ്പിളി, എത്രയും വേർഡ്സ് ആണ് വെച്ച് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ആന, ആട്, ആമ, ആണി, ആഹ. ഇതാണ് ആ എന്ന ലെറ്റർ വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സ്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. നെക്സ്റ്റ് ഇ. മിസ് എഴുതുമ്പോൾ നിങ്ങൾ സ്ലേറ്റിൽ എഴുതിയേ മക്കളെ. ഇ. നെക്സ്റ്റ് വൺ ഈ. ഇവിടെ കുറച്ച് നീട്ടം വന്നിട്ടുണ്ടല്ലേ മക്കളെ? ഹലോ, മിസ് ഒന്നും കൂടെ ബോർഡ് വെച്ച് തരുമോ? ഓക്കെ മക്കളെ. ഓക്കെ, ഇ അല്ലേ? ഇ എങ്ങനെ എഴുതി നമ്മള്? ഇ. നെക്സ്റ്റ് വൺ ഈ. എപ്പോ എഴുതുമ്പോ മക്കൾ എന്ത് ചെയ്യണം? മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, നിങ്ങൾ മറന്നു പോവേ. സ്വരാക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് ഇന്ന് പഠിക്കുന്ന ലെറ്റേഴ്സ് മാത്രം എഴുതിയാ പോരാ. ഇ, ഈ, ഇല, ഇഞ്ചി, ഇമ, ഇര എന്നൊക്കെ എഴുതിയ ഈ എന്ന അക്ഷരം. നെക്സ്റ്റ് വൺ ഈച്ച, ഈറ്റ, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഈത്തപ്പഴം. ഓക്കെ, നെക്സ്റ്റ് വൺ ഉ. അടുത്തത് ഉറുമ്പ്, ഉരൽ, ഉറി. നെക്സ്റ്റ് ഊത്ത്, ഊണ്, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മള് ഊഞ്ഞാൽ ഈ ഒരു അക്ഷരം കൊണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ ഓക്കെ, അടുത്തത് എ. അതാണ് നമ്മൾ രാവിലെ പഠിച്ചത് അല്ലെ? ഉച്ചക്ക് പഠിച്ചത് എ എന്ന അക്ഷരം. എഴുതും പോലെ എഴുതി നെക്സ്റ്റ് ഇങ്ങനെ താത്തി. ഓക്കെ, എ. നെക്സ്റ്റ് എ എന്നാണ് എഴുതേണ്ടത്. ഇതേ അക്ഷരം എഴുതിയിട്ട് അതിനൊരു ചുരുക്കം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എഴുതും പോലെ എഴുതി ഇങ്ങനെ എടുത്തു, ഇങ്ങനെ. ഇതാണ് എ എന്ന അക്ഷരം അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ഏതാ പഠിക്കുന്നത്? ഏണി, ഏത്തപ്പഴം, ഏലം എന്നൊക്കെ പഠിച്ചത് ഈ ഒരു ലെറ്റർ വെച്ചാണ് അല്ലേ നമ്മള്? ഓക്കെ, എങ്ങനെ എഴുതണം? ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ? എഴുതും പോലെ എഴുതി. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഇവിടെ എടുത്തു, ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഒരു വളം. ഓക്കെ, പറഞ്ഞുകൊണ്ട് എഴുതിയേ ഉണ്ടോ? ഏത്തപ്പഴം, ഏലം എന്നൊക്കെ എഴുതല് നമ്മള് ഈ അക്ഷരം കണ്ട. മനസ്സിലായോ? എല്ലാവർക്കും എഴുതാൻ പഠിച്ചോ? എല്ലാവരും? നോക്കട്ടെ. സോമി, എല്ലാവരും ഒന്ന് കാണിച്ചേ മിസ്സിനെ. യെസ്, വെരി ഗുഡ് ഇഷിത. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? ധൻദേവ് എഴുതിയോ? ധൻദേവ്, ഹനിയ ഫാത്തിമ, നിഹാര, നിഹാൽ, മാനവ്, ഷൈജു,
ഓക്കെ, വെരി ഗുഡ് ധൻദേവ്. നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? സയാൻ. വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട് നന്നായിട്ട് അല്ലേ. സായക് എഴുതിയോ? സായക്. ഹർഷാൽ എഴുതാൻ പഠിച്ചോ? സായക്കേ സയാൻ നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇഷിത എഴുതി. ഹർഷാൽ. നെക്സ്റ്റ് ആരാ? ഹനിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. മാനവ് ഷൈജു എഴുതി. നിഹാര നിഹാൽ മിസ്സിനെ കാണിച്ചു തന്നേടാ എഴുതിയത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെയാ? ഗായത്രി, അനീഷ്, റിസ്വാൻ, ജാനകി, മനു എല്ലാവരും എഴുതിയോ മക്കളെ? ഓക്കെ, വെരി ഗുഡ്. റിസ്വാൻ, ജാനകി, സായക്. ഓക്കെ, അപ്പൊ എ എന്ന അക്ഷരം പഠിച്ചു. എ എന്ന അക്ഷരം വെച്ച് നമ്മൾ ഏതൊക്കെ പദങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ മക്കൾക്ക്? നമ്മൾ ആദ്യം പഠിച്ച ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് മിസ് പറയുന്നത്. എ എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്രാണ് പഠിച്ചിരുന്നത്. നെക്സ്റ്റ് ഏണി, ഏലം, ഏത്തപ്പഴം എന്നൊക്കെ എഴുതിയത് നമ്മൾ ഈ ഒരു എ എന്ന അക്ഷരം വെച്ചാണ്. നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ള അക്ഷരം എന്ന് പറഞ്ഞ ആരെങ്കിലും? ഏതാ അക്ഷരം ഇനി എഴുതേണ്ടത്? വെരി ഗുഡ്. അല്ലേ? ഐരാവതം എഴുതുന്ന ഓക്കെ, എങ്ങനെ എഴുതുന്ന നോക്കിയേ. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു സാധനം ഇവിടെ എഴുതണം ആദ്യം. എന്നിട്ട് എന്ത് എഴുതണം? എഴുതണം. ഇതാണ് ഐ. അപ്പോ ഈ എക്ക് മുന്നില് ഒരു ചിഹ്നം ഇതുണ്ടോ? ഇതാണ് ഐ. ഓക്കെ, എ എന്ന അക്ഷരം അതിന് മുന്നേ ഒരു ചിഹ്നം ഇടണം. ഈ ഒരു ചിഹ്നം. ടീച്ചർ ഞാൻ എഴുതി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഐ എന്ന അക്ഷരം എങ്ങനെ എഴുതിയോ? ഓർത്ത്. ഓക്കെ, മാനവേ. ആർക്കാ കാണാത്തെ? കാണുന്നില്ലേ? ഐ കാണുന്നില്ലേ? ഇല്ല, ബോർഡ് കാണുന്നില്ല. ആർക്കാ കാണാത്തെ? ആർക്കാ കാണാത്തെ? റിസ്വാനിയാണോ? കാണിച്ചറാ. ഐ ഈ ഒരു ചിഹ്നം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഐരാവതം, ഐക്യം, ഐശ്വര്യം, നിഹാൽ. വെരി ഗുഡ്. ഐ എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. നിഹാൽ ഗോയിങ് ഐ അല്ലേ? ഐ എന്ന അക്ഷരം എങ്ങനെ ഇടണം? ഈ ചിഹ്നം. ഈ ഒരു ചിഹ്നം, ഇതാണ് ഐ. ഇനി ഏത് അക്ഷര എഴുതേണ്ടത് നമ്മള്? അടുത്ത അക്ഷരം ഏതാ എന്ന് പറഞ്ഞു തന്നെ മിസ്സിന്. അല്ലേ? ഒട്ടകം. നോക്കിയ ഹർഷാൽ എഴുതുന്നില്ലേ? ഹർഷാൽ എന്ത് പറ്റി? ഹർഷാലിന് എഴുതുന്നില്ലേ? എഴുതിയേ? എഴുതിയിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഓ എന്നാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതണം നോക്കിയേ. ഓ ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ഓ കണ്ടോ? എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ഓ. ഉണ്ടോ? ഒട്ടകം, ഒച്ച്, ഒട്ടക പക്ഷി, ഒരുമ, ഒന്ന്, ഒച്ച് എന്നൊക്കെ എഴുതിയത് ഇതാണ് നമ്മൾ. ഓ കണ്ടോ? ഓ എല്ലാരും പഠിച്ചോ? ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓ എഴുതിയ മക്കളെ. എങ്ങനെയാ? ഒരു കുഞ്ഞു പൂജ്യതാ ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞു പൂജ്യം ഇട്ടു. ഇങ്ങനെ ഇവിടെ മുട്ടിക്കണ കേട്ടോ.
ഓക്കെ. മിസ്സേ ഞാൻ എഴുതി. പഠിച്ചോ മക്കള്? ഓ എങ്ങനെയാ? ദാ ഇങ്ങനെ എടുത്തു ഫസ്റ്റ് സ്റ്റെപ്പ്, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതിന്റെ മുകളിലേ കുറെ പ്രാവശ്യം എഴുതിയ മക്കള്. അപ്പൊ വേഗം പഠിക്കും. ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഹർഷാൽ വെരി ഗുഡ്. സയാൻ വെരി ഗുഡ്. കണ്ടോ? പിന്നെ ആരൊക്കെ എഴുതി? എല്ലാരും എഴുതിയോ? Okay, very good. Ania, very good. Rizwan. Next, Gayatri. Janagi Manu, Sayak Sinesh, Ishida, Harshal, Nihara, Nihal. എഴുതിയോ എല്ലാവരും? ഓ എന്ന അക്ഷരം ഒരു ഓ എഴുതിയിട്ട് അതിന്റെ മുകളിലേ 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 അപ്പൊ വേഗം പഠിക്കും. ഓ ഓക്കെ മാനവ്, വെരി ഗുഡ്. അപ്പോ ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ. മനസ്സിലായോ? ആ ആ ഇത് കാണാതെ ഓർമ്മയുണ്ടോ എഴുതാൻ? ഓർമ്മയുണ്ട് അല്ലേ? നോക്കട്ടെ, കാണിച്ചേ എല്ലാവരും. സ്ലേറ്റ് കാണിച്ചേ നോക്കട്ടെ. ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ. സായക് സിനേഷ് വെരി ഗുഡ്. ഔ വരെ പഠിച്ചു. നിഹാര, ഹർഷാൽ വെരി ഗുഡ്. ഇഷിത വെരി ഗുഡ്. ജാനകി മനു വെരി ഗുഡ്. ഓ എഴുതി, ഓ എഴുതി. ഓക്കെ, ഗായത്രി അനീഷ് വെരി ഗുഡ്. ധൻദേവ്, ധൻദേവ് എല്ലാ അക്ഷരവും പഠിച്ചു തോന്നുന്നു അല്ലേ? എ എ ഐ ഒ ഓ ആ വരെ പഠിച്ചു. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ലെറ്റർ പറഞ്ഞ എല്ലാവർക്കും ആയോ? എല്ലാരും എവിടം വരെ എത്തിയോ? ഓ വരെ എഴുതാൻ പഠിച്ചോ കംപ്ലീറ്റ്? ഇപ്പൊ കാണാതെ എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓ വരെ? വെരി ഗുഡ് സയാൻ. ഇങ്ങനെ വട്ടം കൊടുത്ത് കൊണ്ടുവന്ന് രാ പോലെ എഴുതുക. രാരെ പേടിയാക്കിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം കണ്ടോ? അത് രാ ഇങ്ങനെ ഇതില് ഇങ്ങനെയല്ലേ രാ ഇതിലേ, പക്ഷെ രാന്റെ പേടിയാക്കിയിട്ട് ഇങ്ങനെ കണ്ടോ? നമ്മള് ഇരുന്ന് വിളക്കുക. അതിന്റെ ഇതിന് ഇതേപോലെ കുഞ്ഞിക്ക് മോനെ ആവും കേട്ടാ. പക്ഷെ എഴുതുമ്പോ തന്നെ നമ്മൾ എഴുതാൻ പഠിക്കുന്നത് ഇങ്ങനെ. ഓക്കെ, ശരിക്കും റാ എഴുതുമ്പോ കുറച്ച് വളച്ചു. നമ്മൾ ആ എഴുതാൻ പഠിച്ചില്ലേ മക്കളെ? ഇങ്ങനെ ഇതാ ഈ ആ എഴുതുമ്പോ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഉള്ളിലൊരു സാധനം ഇവിടെ കൂട്ടുന്ന അത്രയും കിട്ടുവോ? കണ്ടോ? എഴുതുമ്പോ നമ്മൾ എങ്ങനെ എഴുതിയേ? ഇങ്ങനെ എടുത്തു എന്നിട്ടല്ലേ ഇങ്ങനെ എടുത്തിനി. അപ്പൊ ഉള്ളിൽ കൂട്ടുന്ന അത്രയേ ഉള്ളൂ. ഓ കേട്ടോ? ശ്രദ്ധിച്ചെഴുതിയേ നോക്കിയേ. പ്രാവശ്യം അതിന്റെ മുകളിലേ എഴുതും മക്കളെ. അപ്പൊ നീറ്റായി കിട്ടും. സിമ്പിൾ ആണ്. നമ്മൾ ആ പഠിച്ച മക്കളല്ലേ, പിന്നെന്താ കേട്ടോ? ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് എഴുതി ഓ എഴുതി വെച്ച് അതിന്റെ മുകളിലേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഏതാണെന്നറിയോ? ഓ എന്നതാണ്. അപ്പൊ ഓ എഴുതിയ സിമ്പിള്, അതിനൊരു ദീർഘൂട്ട മാത്രം മതി അല്ലേ? ഇതെന്നെ എഴുതി നമ്മള്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ദീർഘം പഠിച്ചോ? അറിയോ?
വെരി ഗുഡ്. അപ്പോ കുഴപ്പമില്ല, നിങ്ങള് ഒരക്ഷരോ രണ്ടക്ഷരോ ഒന്നും ഒരു ദിവസം പഠിച്ചാൽ മതി, അത് അധികമാവൂല്ലെങ്കിൽ. ഇന്ന് നമ്മൾ എ എ ഐ പഠിച്ചിട്ടുണ്ട്, അതുവരെ കംപ്ലീറ്റ് നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കണം. നമ്മുടെ അക്ഷരദീപം ബുക്കിലും അത് എഴുതണം. ആ വെരി ഗുഡ് സയാൻ, വെരി ഗുഡ്. മാനവ് ഷെജു, വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതി പറഞ്ഞോ? അതെന്താടാ, സിമ്പിൾ അല്ലേ നമുക്ക്. എങ്ങനെയാന്നറിയോ, നമ്മൾ ആ എഴുതാൻ പോയിട്ടില്ല, ആദ്യത്തെ അക്ഷരം ഇതാണ്. ഇതിനുള്ളിൽ ഇവിടെ ഇങ്ങനെ കൂട്ടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ആ എന്ന അക്ഷരം എഴുതിയില്ലേ ആദ്യം, ഫസ്റ്റ് വൺ, ഇതാ ഇവിടെ ഇങ്ങനെ ഇത് കൊണ്ടുപോയിനി. മനസ്സിലായോ? അത്രയും സിമ്പിളാ. അതിനെക്കാണി എത്ര സിമ്പിളാ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി അതിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ കൂട്ടി. മനസ്സിലായോ? സാവധാനം എഴുതി പഠിച്ചാൽ മതി കേട്ടോ, തിരക്കൊന്നുമില്ല. അപ്പോ എ എ ഐ അതുവരെ പഠിച്ചാലും മതി കേട്ടോ. ഇന്ന് നിങ്ങൾ എഴുതി മുമ്പോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് മിസ് ഒന്നുകൂടി അധികം എഴുതുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്നുകൂടി പറയാം കേട്ടോ. ഓ ഓ പറ്റുന്ന കുട്ടികൾ മാത്രം എഴുതിയാൽ മതി, ബാക്കിയുള്ളത് ഇത് നല്ല തറവായി പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഉ ഊ ഋ എ എ ഐ ഓ. അപ്പൊ പഠിച്ചേ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഓയിൽ തുടങ്ങുന്നത് ഓല. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നല്ലതുപോലെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും നല്ലതുപോലെ എഴുതി തറവാക്കണം കേട്ടോ. അക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. നമ്മൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് പഠിച്ച ലെറ്റേഴ്സ് മാത്രം എഴുതി പഠിക്കാൻ പാടില്ല. ആ ഇ ഉ ഋ എ ഐ അങ്ങനെ തുടങ്ങണം. ഇത് ഏത് ലെറ്ററുകളാണ് നമ്മൾ പഠിക്കുന്നേ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓക്കെ, വെരി ഗുഡ്. സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് മക്കള് എഴുതി തറുക അല്ലേ? ഇന്ന് നമ്മൾ ഒരുക്കം എന്ന ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണത്? എന്നും കാലത്തുണരേണം, പിന്നെയോ പുസ്തക ഓക്കെ, വെരി ഗുഡ് അല്ലേ? ആ ഒരുക്കം എന്ന ഒരു പോയി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്ത്? എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടിപ്പോകേണം. ആ ഒരു പോയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ദിവസം ഒരു ഇത് ഇപ്പൊ നമുക്ക് നോക്കാം. ഒരു നിങ്ങൾ കുറെ സമയം എഴുതിയല്ലേ, ടയേർഡ് ആയിട്ടുണ്ടാവും. അടുത്ത ഏതാ? നമ്മുടെ നേഴ്സറി എന്ന ഒരു പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 30. 30-ല് 30-ാമത്തെ പേജില് നമ്മുടെ നേഴ്സറി കണ്ടോ? ദേവേ, നമ്മുടെ നേഴ്സറി. നേഴ്സറി പോയിട്ടുണ്ടോ നിങ്ങള്? ഇല്ലേ? ദേവി ഇതൊക്കെ പഠിച്ചത് ഈ എല്ലാം പഠിച്ചല്ലോ. അമ്മ പഠിപ്പിച്ചോ? ഉണ്ടോ? ഓക്കെ, അമ്മ പഠിപ്പിച്ചതാണ്. അതെല്ലേ, വെരി ഗുഡ്.
അപ്പൊ നഴ്സറി പോവാത്തവരും ഉണ്ട് അല്ലെ? നമ്മുടെ നഴ്സറിയിൽ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, എന്താന്ന് നോക്കാം നമുക്ക്. എല്ലാവരും റെഡിയാണോ? എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ? ടയേർഡായോ? റെഡി? ആർ യു റെഡി? നല്ല ഉഷാറിൽ പറഞ്ഞ ഇല്ലേ? ഇനി വേണ്ടേ ക്ലാസ്? ആണോ? നമുക്കൊന്ന് പാടാം അല്ലേ? നിങ്ങളൊന്ന് ഉഷാറാവാൻ വേണ്ടി, ഉറക്കൊക്കെ പോവാൻ വേണ്ടി അല്ലേ? All of you stand up. Stand up. അറിയോ stand up? Stand up. കേൾക്കുന്നില്ലേ ഇപ്പോ? ഓക്കേ, കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കേ, stand up. എഴുന്നേക്കാൻ അറിയില്ലേ ആർക്കും? ഓക്കെ, വെരി ഗുഡ്. റിസ്വാൻ stand up. അവിടെ ഹർഷാൽ ഉറങ്ങിപ്പോയോ? ഹർഷാലേ ഉറങ്ങി. ഹർഷാൽ ഉറങ്ങിയിട്ടാ ഉള്ളത് അല്ലേ ഹർഷാലേ? ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്നോ? കുഞ്ഞു മക്കളാണ്, എഴുന്നേറ്റ് നിന്നാലൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, ഹാൻഡ്സ് അപ്പ്. ജാനകി മനു, ഹാൻഡ്സ് അപ്പ്. Where are you going? Hands up. Hands down. Hands down. Hands up. Hands up. Hands down. Sit down. Sit down. അയ്യോ, ഞാൻ കൈതാക്കാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഹാൻഡ്സ് ഡൗൺ പറഞ്ഞില്ലല്ലോ. ഞാൻ ഹാൻഡ്സ് അപ്പ് പറഞ്ഞിട്ടല്ലേ ഇരിക്കാൻ പറഞ്ഞല്ലോ അല്ലേ? ഓ, കൊറേ പേര് തോറ്റുപോയി, ശ്രദ്ധിച്ചില്ല പറഞ്ഞത്. അപ്പൊ ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, സിറ്റ് ഡൗൺ. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. ഹാൻഡ്സ് ഡൗൺ, സിറ്റ് ഡൗൺ. ഓക്കെ, എല്ലാരും ഉറക്കൊക്കെ പോയോ? ചായ കിട്ടാത്തവരൊക്കെ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു സോങ് പാടുന്നേ ഉള്ളൂ മിസ്സേ നഴ്സറിയില്. ഓക്കെ, പോകാം നഴ്സറിയിൽ, കൂടിയിരിക്കാം നഴ്സറിയിൽ, കൂട്ടായൊത്തു കൂട്ടരുമൊത്തു പഠിച്ചിടാം, പാട്ടുപഠിക്കാം ഈണത്തിൽ, ആട്ടവുമാടാം താളത്തിൽ, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടിനു ടീച്ചറുമുണ്ടല്ലോ. അല്ലേ? എന്താ പാട്ട്? നല്ലൊരു സ്കൂളിന്റെ പിക്ചർ ഉണ്ട്, ഒരു ടീച്ചർ ഉണ്ട്, കുറെ കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? ബാഗൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ നിഹാലേ? പറഞ്ഞോ. അത് തന്നെ, കൊറോണ ആയതുകൊണ്ട് വരാനും പറ്റുന്നില്ല. എന്തൊരു നമുക്കും അങ്ങനെ തിരക്കായി നിങ്ങളെ കാണാനിട്ട് അല്ലേ? അയ്യോ, അവിടെ ഉണ്ടോ നിഹാലേ? നടക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. വെറുതെ നടക്കുന്നു. നിഹാലിനെ കണ്ട് പഠിച്ചേ. അവൻ അവിടെ നല്ല അടികൂടുവാണോ? മോശം കുട്ടിയായി പോയി അവള്. നിഹാല് കണ്ടോ? നിഹാര നല്ല മോനായിട്ട് അവിടെ ഇരിക്കുന്നേ. ഇവര് കണ്ടോ? സായക്ക്, ഷിത, മാനവ്, റിസ്വാൻ, ജാനകി ഒക്കെ നേരെ ഇരിക്കുന്നുണ്ടോ? നിഹാലിനെ പോലെ അല്ലേ നിഹാലെ? അതെല്ലേ? അപ്പൊ നമ്മുടെ നഴ്സറിയിൽ ആരൊക്കെയാ ഉള്ളത്? എന്തൊക്കെയുണ്ട്? എന്താ പഠിച്ച നിങ്ങള്? നമുക്ക് പോകാം നഴ്സറിയിൽ, കൂടിയിരിക്കാം നഴ്സറിയിൽ,
കൂട്ടായൊത്തു കളിച്ചിടാം. കൂട്ടായിട്ട് എന്ത് ചെയ്യാ? കളിക്കാം അല്ലേ? പിന്നെയോ കൂട്ടരുമൊത്തു പഠിച്ചിടാം. കൂട്ടുകാരൊക്കെ കൂടെ എന്ത് ചെയ്യാ? പഠിക്കാം. പിന്നെയോ പാട്ടു പഠിക്കാം ഈണത്തിൽ, ആട്ടവുമാടാം താളത്തിൽ, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടിനു ടീച്ചറുമുണ്ടല്ലോ. അപ്പൊ പാട്ട് പഠിക്കാം, ഈണത്തിലുള്ള പാട്ടുകൾ പഠിക്കാം. ആട്ടവുമാടാൻ താളത്തില് നമുക്ക് ആട്ടം എന്താ? നൃത്തം, ഡാൻസ് ചെയ്യാം അല്ലെ? പിന്നെയോ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി കുറെ ടീച്ചറും കൂട്ടിനുണ്ട് എന്നാണ് പറഞ്ഞതല്ലേ. ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നന്മയിലേക്ക് നയിക്കും അല്ലെ? നിങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നുണ്ടോ ടീച്ചേഴ്സ്? നന്മയിലേക്ക് നയിക്കും പോലെ ഉണ്ടാ ടീച്ചറ്? അതല്ല, മിസ്സിനെ പോലെ ഉണ്ട് ടീച്ചറ്. ഓ, എന്നെ പോലെ ഉണ്ടോ ടീച്ചറ്? പാട്ടില്ല ടീച്ചർ. നല്ല അല്ലേ? ആ ഓക്കെ. എന്തോ മിസ്സിനെ പോലെ ഉണ്ടല്ലോ ടീച്ചർ അല്ലേ? ആ അപ്പോ നന്മയിലേക്ക് നയിക്കാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ആരുണ്ട് സ്കൂളുകളില്? ടീച്ചർ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നഴ്സറിയില്, സ്കൂളുകളില് ടീച്ചർ ഉണ്ട്. എന്തിനാ? നന്മയിലേക്ക് നിങ്ങളെ നയിക്കാൻ, നല്ല മക്കളായി വളരാൻ വേണ്ടി അല്ലേ? നിങ്ങളാവോ സ്കൂളിലൊക്കെ പഠിച്ചിട്ട്? അല്ലേ? നല്ല മക്കളാവൂലേ നിങ്ങള്? ആവൂല? ആരും മൂളുന്നില്ലല്ലോ. അപ്പോ എന്തൊക്കെയാ പറഞ്ഞ? നമുക്ക് പോകാം നഴ്സറിയിൽ, കൂടിയിരിക്കാം നഴ്സറിയിൽ, കൂട്ടായൊത്തു കളിച്ചിടാം, കൂട്ടരുമൊത്തു പഠിച്ചിടാം, പാട്ടു പഠിക്കാം ഈണത്തിൽ, ആട്ടവുമാടാം താളത്തിൽ, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടരുമൊത്തിരിയുണ്ടല്ലോ. അല്ല, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടിനു ടീച്ചറും ഉണ്ടല്ലോ എന്നാണ്. വരി മാറുമ്പോ പറയുന്നില്ല എന്നോട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 2 പോയംസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഒരുക്കം, പിന്നെ നമ്മുടെ നഴ്സറി, 2 അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പാട്ട് പാടി പഠിക്കണം. ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ, കാണാതെ പഠിക്കണേ. ഒരുക്കം എന്നുള്ളത് ആദ്യം പഠിക്കുക, മനപ്പാടാക്കണം, കാണാതെ പഠിക്കണം കേട്ടോ. ഗാനം പഠിച്ചാൽ മതി, തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ ഒന്നുകൂടി പാടാ. നമുക്ക് പോകാം നഴ്സറിയിൽ, കൂടിയിരിക്കാം നഴ്സറിയിൽ, കൂട്ടായൊത്തു കളിച്ചിടാം, കൂട്ടരുമൊത്തു പഠിച്ചിടാം, പാട്ടു പഠിക്കാം ഈണത്തിൽ, ആട്ടവുമാടാം താളത്തിൽ, നന്മയിലേക്കു നയിച്ചിടാൻ കൂട്ടിനു ടീച്ചറും ഉണ്ടല്ലോ. നിങ്ങക്ക് ഇഷ്ടമുണ്ടോ സ്കൂളിൽ വരാൻ? സ്കൂളിൽ വരാൻ മക്കൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ലേ? സായക്കേ പറഞ്ഞ ഉറപ്പ് വരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഉണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ബൈ. ഇനി 2 മിനിറ്റിന്റെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ബൈ, സി യു. ഉമ്മ ബൈ. ഓക്കെ, ബൈ, സി യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, ബൈ.